السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على رسول الله وعلى آله وأصحابه الفائزين برضا الله أما بعد. സ്നേഹാദരനരായ സത്യവിശ്വാസി സഹോദരങ്ങളെ സഹോദരിമാരെ, പുണ്യങ്ങളുടെ പൂക്കാലമായ വിശുദ്ധ റമദാനിൽ പ്രവേശിച്ചിരിക്കുകയാണ് നമ്മൾ. അള്ളാഹുവിൻ്റെ വലിയ തൗഫീഖ് കൊണ്ട് ജാമിയ അൽ ഹിന്ദ് അലുമിനിയുടെ കീഴിൽ ഒരു പുതിയ സംരംഭം ഈ റമദാനിൽ നമ്മൾ നടത്തുകയാണ്. ഇന്ന് സൗദി അറേബ്യയിൽ ജീവിച്ചിരിക്കുന്ന വലിയ പണ്ഡിതനായ ഷെയ്ഖ് സാലിഹ് ബിൻ അബ്ദുൽ അസീസ് സിന്ദി ഹഫിളഹുല്ല, അദ്ദേഹത്തിൻ്റെ മറാഖിൽ വഅയ് എന്ന് പറഞ്ഞ വളരെ പ്രസിദ്ധമായ ഒരു ഗ്രന്ഥം, അതിനെ അവലംബിച്ചുകൊണ്ട് ഈ റമദാനിൽ നമ്മൾ ജാമിയ അൽ ഹിന്ദ് മെയിൻ ക്യാമ്പസിലെ മസ്ജിദുൽ കൗസറിൽ എല്ലാ ദിവസവും അസറിന് ശേഷം നമ്മൾ ഒരു തുടർ പഠന ക്ലാസ് സംഘടിപ്പിക്കുകയാണ്. റമദാൻ കഴിയുമ്പോഴേക്കും ബൃഹത്തായ ഈ ഒരു ഗ്രന്ഥം അത് മുഴുവൻ പഠിച്ച ഒരു ഫലം ആ ക്ലാസ്സിൽ പങ്കെടുക്കുന്ന, ഓൺലൈനിൽ ഈ ക്ലാസ് വീക്ഷിക്കുന്ന ആളുകൾക്ക് ലഭിക്കുന്ന തരത്തിൽ നമ്മളതിനെ ക്രമീകരിച്ചിരിക്കുകയാണ്. നമ്മുടെ ജാമിയ അൽ ഹിന്ദിലെ പൂർവ്വ വിദ്യാർത്ഥികളാണ് ക്ലാസ് എടുക്കുക ഇൻഷാ അല്ലാഹ്. സഹോദരന്മാരെ, മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി നമുക്കറിയാം, ഈ കാലഘട്ടത്തിൽ മനുഷ്യർ വലിയ വൈജ്ഞാനിക വിസ്ഫോടനത്തിന് വിധേയരായിക്കൊണ്ടിരിക്കുകയാണ്. സാറ്റലൈറ്റ് ചാനലുകൾ, ഇൻ്റർനെറ്റ് തുടങ്ങിയ വലിയ വിശാലമായ ജാലകങ്ങളിലൂടെ മനുഷ്യർ പല കോണുകളിൽ നിന്ന്, പല ദിക്കുകളിൽ നിന്ന് വ്യത്യസ്ത വിവരങ്ങൾ അവർ സ്വാംശീകരിക്കുകയും അവർ അത് സ്വീകരിക്കുകയും ചെയ്യുമ്പോൾ ഒരുപാട് വിജ്ഞാനങ്ങൾ അവരിലേക്ക് പല ഭാഗത്തു നിന്നും പല ആഖ്യാനങ്ങളിലൂടെ ലഭിക്കുമ്പോൾ യഥാർത്ഥത്തിൽ വലിയ മാനസിക സമ്മർദ്ദത്തിലാണ് മനുഷ്യർ. സഹോദരന്മാരെ, ഒന്ന് ചിന്തിച്ചു നോക്കൂ. ഒരു ക്ലാസ് റൂമിൽ ഒരേ സമയം 20 അധ്യാപകർ 20 വിഷയങ്ങൾ പഠിപ്പിക്കുന്നത് കേൾക്കുന്നൊരു വിദ്യാർത്ഥി എത്രത്തോളം മാനസിക സമ്മർദ്ദത്തിലായിരിക്കും ആ വിദ്യാർത്ഥി. അതുപോലെയാണ് ആധുനിക കാലഘട്ടത്തിലെ മനുഷ്യർ എന്ന് പലരും പറയുന്നു. എങ്കിൽ സഹോദരന്മാരെ, ഈ ആശയങ്ങളുടെ സംഘട്ടനത്തിൻ്റെ ഈ കാലഘട്ടത്തിൽ ശരിയായ രീതിയിലുള്ള മതപരമായ വിശ്വാസ അടിത്തറകളെക്കുറിച്ചുള്ള അവബോധം നമുക്കില്ലെങ്കിൽ സാംസ്കാരികമായ അപജയങ്ങളിലേക്ക്, അതുപോലെ വ്യത്യസ്ത വിശ്വാസ വ്യതിയാനങ്ങളിലേക്ക്, അധാർമികതകളിലേക്ക് അത് നമ്മെ നയിക്കാൻ കാരണമാകും. ഏതൊരു സംഭവം, ഏതൊരു വിവരം നമ്മൾ മനസ്സിലാക്കുമ്പോഴും നമ്മൾ കേൾക്കുമ്പോഴും ഈ ഒരു മതത്തിൽ ഊന്നി നിന്നുകൊണ്ടുള്ള മതത്തിൻ്റെ അടിത്തറകളെ, അടിസ്ഥാന ആശയങ്ങളെ സ്വാംശീകരിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ, അത് ഉൾക്കൊണ്ടതിൻ്റെ അടിസ്ഥാനത്തിൽ പക്വമായ ഒരു അവബോധം, ഒരു ഫിൽട്ടർ നമ്മുടെ കയ്യിൽ ഉണ്ടാകേണ്ടതുണ്ട്. ആ ഫിൽട്ടറിലൂടെ നമുക്ക് ശരിയാണെന്ന് സത്യവും അസത്യവും വിവച്ഛേദിച്ച് മനസ്സിലാക്കി, അങ്ങനെ എന്താണ് ശരി എന്താണ് തെറ്റ് എന്ന് മനസ്സിലാക്കിക്കൊണ്ടായിരിക്കണം ലോകത്തുള്ള കാര്യങ്ങളെ, നമുക്ക് ലഭിക്കുന്ന വിവരങ്ങളെ നമ്മൾ നോക്കിക്കാണേണ്ടത്. നമ്മൾ ഈ ഒരു കാലഘട്ടത്തിലെ അവസ്ഥയെ നമ്മൾ മാരകമായ ഒരു വൈറസിനോട് നമുക്കതിനെ ഉപമിക്കാം. ഇൻ്റർനെറ്റിലൂടെ, അതുപോലെ തന്നെ സാറ്റലൈറ്റ് ചാനലുകളിലൂടെ മനുഷ്യരുടെ മനസ്സുകളിലേക്ക് വിശ്വാസ വ്യതിയാനങ്ങളെ, അതുപോലെ വ്യത്യസ്ത വഴികേടുകളെ കടത്തിവിടുന്ന വൈറസുകളായി നമുക്കതിനെ മനസ്സിലാക്കാൻ സാധിക്കും. വ്യത്യസ്ത പ്രത്യയശാസ്ത്രങ്ങൾ, അത്തരത്തിലുള്ള പല ആശയങ്ങൾ, ഇത് മനുഷ്യനെ, അവൻ്റെ മനസ്സിനെ സ്വാധീനിക്കുന്നു അല്ലെങ്കിൽ സമ്മർദ്ദത്തിലാക്കുന്നു എന്നതിനേക്കാൾ ഉപരി വലിയ പല പ്രത്യാഘാതങ്ങളും അത് ഉണ്ടാക്കുന്നുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം. നമ്മൾ ആ ഒരു സാഹചര്യത്തിലാണ് ഇത്തരത്തിലുള്ള ഒരു ഗ്രന്ഥം അത് ഷെയ്ഖ് സാലിഹ് സിന്ദി രചിക്കാൻ, അല്ലെങ്കിൽ അദ്ദേഹം യഥാർത്ഥത്തിൽ അത് ഒരു റേഡിയോ പ്രോഗ്രാമാണ്. സൗദി അറേബ്യയിലെ ഒരു റേഡിയോയിൽ അദ്ദേഹം നടത്തിയ തുടർച്ചയായിട്ടുള്ള പ്രോഗ്രാമുകൾ പിന്നീട് ഗ്രന്ഥരൂപത്തിൽ അദ്ദേഹം അതാക്കുകയാണ്. ആ ഒരു പ്രോഗ്രാം നടത്താനുള്ള സാഹചര്യവും അതുതന്നെയാണ്. മറാഖി അൽ വഅയ്, ഫുസൂലുൻ തഅസീലിയ വ തംബീഹാത്തുൻ അലാ മസാലിഖ് ഫിക്രിയ എന്നാണ് ഗ്രന്ഥത്തിൻ്റെ മുഴുവൻ പേര്. എന്താണ് മറാഖിൽ വഅയ് എന്ന് പറഞ്ഞാൽ? അവബോധത്തിൻ്റെ ചവിട്ടുപടികൾ. വഅയ്, അൽ വഅയ് എന്ന പദത്തിന് അറബിയിൽ ഒരുമിച്ച് കൂട്ടുക, മനഃപ്പാടമാക്കുക എന്നൊക്കെയാണ് അടിസ്ഥാനപരമായ അർത്ഥം. പിന്നീട് മനസ്സിലാക്കുക എന്ന അർത്ഥത്തിൽ
അറബികൾ ആ പദം പ്രയോഗിച്ചു പോന്നു. ഇവിടെ നമ്മൾ ആ പദം പ്രയോഗിക്കുന്നത് കുറച്ചുകൂടി ആഴത്തിലുള്ള ഒരു അർത്ഥത്തെ ദ്യോതിപ്പിക്കുന്ന തരത്തിലാണ്. കാര്യങ്ങളെ ശരിയായ രൂപത്തിൽ മനസ്സിലാക്കുകയും അതിൻ്റെ യാഥാർത്ഥ്യങ്ങളെ അപഗ്രഥിക്കുകയും വിജ്ഞാന സമ്പാദനത്തിൻ്റെയും അതുപോലെ അതിന് തെളിവ് സ്വീകരിക്കുന്നതിൻ്റെയും മാർഗത്തെ കൃത്യമായി നിർണയിക്കുകയും ചെയ്ത് അതിലൂടെ ശരിയും തെറ്റും ഹക്കും ബാത്തിലും എന്താണെന്ന് വേർതിരിച്ച് മനസ്സിലാക്കാൻ ഉതകുന്ന തരത്തിലുള്ള ഒരു ബോധം, അതിനെക്കുറിച്ചാണ് ഇവിടെ നമ്മൾ അൽ വഈ എന്ന് പറയുന്നത്. ഉൾക്കാഴ്ച, സൂക്ഷ്മദൃഷ്ടി എന്നൊക്കെയാണ് ഈ വാക്കിനുള്ള വ്യത്യസ്ത അർത്ഥങ്ങളായി നമുക്കങ്ങനെയൊക്കെ മനസ്സിലാക്കാം. ചുരുക്കത്തിൽ ആഴത്തിലുള്ള അറിവിലൂടെ, സൂക്ഷ്മമായ അറിവിലൂടെ പരിചയസമ്പത്ത് കൂടി ഒന്നിച്ചു ചേരുമ്പോൾ സൂക്ഷ്മമായി ചിന്തിച്ചുകൊണ്ട് ഒരു കാര്യത്തിൻ്റെ സത്യാവസ്ഥയെ അറിയുക എന്നതാണ് അൽ വഈ, അവബോധം എന്നതുകൊണ്ട് ഇവിടെ നമ്മൾ അർത്ഥമാക്കുന്നത്. യഥാർത്ഥത്തിൽ ഈ ഒരു കാലഘട്ടത്തിൻ്റെ അവസ്ഥ അത് വളരെ ഗുരുതരമാണ്. അത് ആ ഒരു ഗുരുതരാവസ്ഥ നിലനിൽക്കുന്നു എന്നത് ഒരു യാഥാർത്ഥ്യവുമാണ്. അതിലേക്ക് വിരൽ ചൂണ്ടുന്ന ചില യാഥാർത്ഥ്യങ്ങളെ ഒന്ന് ഉണർത്തുകയാണ് ഈ ആമുഖ ക്ലാസ്സിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. ആ ഒരു യാഥാർത്ഥ്യ ബോധം നമുക്കുണ്ടാകുമ്പോഴേ ഇന്നത്തെ കാലഘട്ടത്തിൻ്റെ അവസ്ഥ എത്രത്തോളം ഗുരുതരമാണ് എന്ന ഒരു ചിന്ത നമുക്കുണ്ടാകുമ്പോഴേ ഇത്തരത്തിലുള്ള വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്നതിൻ്റെയും അത് പഠിക്കുന്നതിൻ്റെയും അത് മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുന്നതിൻ്റെ പ്രാധാന്യം നമുക്ക് മനസ്സിലാവുകയുള്ളൂ. യഥാർത്ഥത്തിൽ ആധുനിക കാലഘട്ടത്തിൽ ഇസ്ലാമും മുസ്ലിങ്ങളും നേരിടുന്ന പ്രത്യയശാസ്ത്രപരമായ ബൗദ്ധിക യുദ്ധത്തിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. ബുദ്ധിപരമായി ഇൻ്റലക്ച്വൽ വാർ മുസ്ലിങ്ങൾ നേരിടുന്ന, ഇസ്ലാം നേരിടുന്ന ആ ഒരു ഇൻ്റലക്ച്വൽ വാറിന് പല പ്രത്യേകതകളുണ്ട്. മുൻകാലങ്ങളിലൊന്നുമില്ലാത്ത അതിൽ നിന്നെല്ലാം തികച്ചും വിഭിന്നമായ ഒരുപാട് പ്രത്യേകതകൾ. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്ന് എന്ന് പറഞ്ഞാൽ ഇസ്ലാമിന് അന്യമായ വ്യതിയാനത്തിൽ ഊന്നി നിന്നുകൊണ്ടുള്ള ആശയധാരകളുടെ ആധിക്യമാണ്. ഒരുപാട് ചിന്താധാരകൾ, ഒരുപാട് പ്രത്യയശാസ്ത്രങ്ങൾ ഇന്ന് ലോകത്ത് നിലനിൽക്കുന്നു. ഓരോരുത്തരും ആവശ്യപ്പെടുന്ന ഓരോ ചിന്താധാരയുടെയും വക്താക്കൾ അവരുടെ പ്രത്യയശാസ്ത്രം അത് ശരിയാണത് സത്യമാണെന്ന് വാദിക്കുകയും ആ ഏതൊരു പ്രത്യയശാസ്ത്രം, ഇസ്ലാമിനെതിരായ ഏതൊരു പ്രത്യയശാസ്ത്രം ഒരാൾ അതിൻ്റെ ഭാഗമായി മാറിയാലും അതിൻ്റെ എല്ലാം റിസൾട്ട് അത് എത്തിച്ചേരുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അസ്തിത്വത്തെ തന്നെ നിഷേധിക്കുന്ന, അള്ളാഹുവിൻ്റെ റുബൂബിയ്യത്തിനെ, അവൻ്റെ രക്ഷാകർതൃത്വത്തെ, അവൻ്റെ ആരാധ്യതയെ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നുബൂവത്തിനെ, പ്രവാചകത്വത്തെ, അതുപോലെ വിശുദ്ധ ഖുർആനിൻ്റെ ദൈവികതയെ, തിരുവചനങ്ങളുടെ സത്യതയെ, വിധിവിശ്വാസത്തെ, ഇതിനെയൊക്കെ എതിർക്കുന്ന ഇസ്ലാമിക ശരീഅത്തിനെ, ഇതിനെയൊക്കെ നിരാകരിക്കുന്ന ഒരു മാനസികാവസ്ഥയിലേക്ക് മനുഷ്യർ പോകുന്നു എന്നുള്ളതാണ് ഈ പറയുന്ന ഏതൊരു ഇസ്ലാമിനെതിരായ പ്രത്യയശാസ്ത്രത്തിൻ്റെയും അതിൻ്റെ വക്താക്കളായി പോകുന്നവരുടെ അതിൻ്റെ ഒരു അനന്തരഫലം എന്ന് നമുക്ക് കാണാൻ സാധിക്കും. യഥാർത്ഥത്തിൽ ഇത് യാദൃശ്ചികമായി അങ്ങനെ ആയതല്ല. കൃത്യമായി പ്ലാൻ ചെയ്ത് ഈ പിന്നെ മനുഷ്യരുടെ ഫിത്രത്തിനോട് യോജിക്കുന്ന, യഥാർത്ഥത്തിൽ അള്ളാഹുവിൻ്റെ ദീനായ ഇസ്ലാമിൽ നിന്ന് ആളുകളെ അകറ്റുന്ന തരത്തിൽ ആളുകളുടെ മനസ്സിനെ, ആളുകളുടെ ചിന്തയെ പരിവർത്തിപ്പിക്കുവാൻ വേണ്ടി വ്യക്തമായ പ്ലാനിങ്ങോടുകൂടി ഉണ്ടാക്കപ്പെട്ട, അങ്ങനെ നിർമ്മിച്ച പ്രത്യയശാസ്ത്രങ്ങളോ അങ്ങനെയുള്ള സ്വാധീനങ്ങൾക്ക് വിധേയമായ തത്വചിന്തകളൊക്കെയാണ് അത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ തന്നെ രണ്ടാമത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവർ ഈ പ്രത്യയശാസ്ത്രങ്ങളുടെ വക്താക്കൾ എല്ലാ മീഡിയകളും ഉപയോഗിക്കുന്നു എന്നുള്ളതാണ്. അത് ഓഡിയോ ആയിട്ടും വീഡിയോ ആയിട്ടും ടെക്സ്റ്റായിട്ടും എഴുത്തുകളായിട്ടും അങ്ങനെ ഏതൊക്കെ തരത്തിൽ അവർക്ക് ഈ അവരുടെ ആശയങ്ങളെ അത് പ്രചരിപ്പിക്കാൻ സാധിക്കുന്നുവോ, വെബ്സൈറ്റുകൾ, സോഷ്യൽ മീഡിയ ഹാൻഡിലുകൾ, അതുപോലെ ചാനലുകൾ, പുസ്തകങ്ങൾ, നോവലുകൾ, മാഗസിനുകൾ, അങ്ങനെ തുടങ്ങി സർവ്വ വഴിയിലൂടെയും അവരുടെ ആശയ പ്രസരണം അത് നടത്തിക്കൊണ്ടിരിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. ഇന്ന് നമുക്കറിയാം ഏറ്റവും കൂടുതൽ സ്വാധീനമുള്ള മീഡിയ എന്ന് പറഞ്ഞാൽ അത് ഇൻ്റർനെറ്റും സോഷ്യൽ മീഡിയയുമാണ്. ആ സോഷ്യൽ മീഡിയയിലൂടെയാണ് പൊതുവേ ജനങ്ങൾ അവരുടെ സംസ്കാരത്തെ, അവരുടെ ചിന്തയെ അതിൽ നിന്നാണ് അവർ എടുക്കുന്നത്. സാംസ്കാരികവും വൈജ്ഞാനികവുമായ പല ചാനലുകൾ, പലതും വൈജ്ഞാനികമായ ചാനലാണ്. അത് മുസ്ലിം വീടുകളിൽ മുസ്ലിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന പല ചാനലുകളാണ്. പക്ഷേ അതിൻ്റെ ഉള്ളിലൂടെ അതിൻ്റെ വക്താക്കൾ അതിൻ്റെ ഉള്ളിലൂടെ ഒളിച്ചു കടത്തുന്നത് നിരീശ്വരവാദ ചിന്തകളാണ്, അതുപോലെ നാസ്തിക ചിന്തകളാണ്. അതുപോലെ തന്നെ നമുക്കറിയാം സിനിമ എന്നുള്ളത് ആളുകൾ ഏറ്റവും കൂടുതൽ ആസ്വാദനത്തിന് വേണ്ടി കാണുന്ന
സംഭവമാണ് സിനിമകൾ. ഈ സിനിമകളിലൂടെ ഒളിച്ചു കടത്തപ്പെടുന്ന നിരീശ്വരവാദ നിർമ്മത ചിന്തകളും അത്തരത്തിൽ ആളുകളുടെ മനസ്സിനെ ആ രൂപത്തിലേക്ക് പരിവർത്തിപ്പിച്ചെടുക്കുന്ന ഒരുപാട് ആശയങ്ങൾ അതിലൂടെ ജനങ്ങളിലേക്ക് കൈമാറപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്കറിയാം, ഗെയിമുകൾ, ചെറിയ കുട്ടികൾ കളിക്കുന്ന ഗെയിമുകൾ ഇതിൽ നിന്നും മുക്തമല്ല. അങ്ങനെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മുൻകാലഘട്ടങ്ങളിൽ ഇത്തരത്തിലുള്ള ഇസ്ലാമിനെതിരായ പ്രത്യയശാസ്ത്രങ്ങൾ അത് ജനങ്ങളിലേക്ക് എത്തുന്ന നാസ്തികവാദങ്ങൾ ജനങ്ങളിലേക്ക് എത്തുന്ന മാർഗങ്ങളെന്ന് പറഞ്ഞാൽ വളരെ വിരളമായിരുന്നു. ചില പുസ്തകങ്ങൾ, അങ്ങനെയുള്ള ചില സംവിധാനങ്ങൾ മാത്രമേ ഉണ്ടാവുമായിരുന്നുള്ളൂ. അതിനെ തേടിപ്പോയി അത് വേണമെന്ന് ആഗ്രഹിച്ച് അതിൻ്റെ പിന്നാലെ പോകുന്നവർക്ക് മാത്രം ലഭിച്ചിരുന്ന ആ സംഭവങ്ങൾ, ആ കണ്ടൻസ് ഇന്ന് എല്ലാവരുടെയും ജീവിതത്തിലേക്ക് ഇങ്ങോട്ട് ഇരച്ചു കയറുന്ന, അവരുടെ സ്മാർട്ട് ഫോണുകളിലേക്കും വീടകങ്ങളിലേക്കും ഇങ്ങോട്ട് ചെന്ന് കയറുന്ന ഒരു സാഹചര്യമാണ് ഇന്ന് ഉള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പണ്ട് കാലങ്ങളിലൊന്നും ചെറിയ കുട്ടികൾ വായിക്കുന്ന ചിത്രങ്ങളുള്ള ചിത്രപുസ്തകങ്ങൾ അതിൽ നിരീശ്വരവാദ നാസ്തിക ചിന്തകളില്ലായിരുന്നു. ഇന്ന് അത്തരത്തിലുള്ള പുസ്തകങ്ങളിലൂടെ ചെറിയ കുട്ടികളിലേക്ക് ഇത് ഇൻജക്റ്റ് ചെയ്യപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ ബുദ്ധിക്ക് കുറവുള്ള, മാന്ദ്യമുള്ള കുട്ടികൾ, അങ്ങനെയുള്ള ആളുകൾക്ക് അവർക്ക് വേണ്ടി മാത്രം ഇറക്കപ്പെടുന്ന പല ചെറു പുസ്തകങ്ങളുടെ സീരീസുകൾ ഇത്തരത്തിലുള്ള നാസ്തികവാദങ്ങൾ ഒളിച്ചു കടത്തുന്നതായിട്ട്, അങ്ങനെയുള്ളതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെയൊക്കെ ഈ ഒരു വ്യത്യസ്ത മാധ്യമങ്ങളിലൂടെ ഇത് ഓരോ തരക്കാരായ വ്യത്യസ്ത തരം ശൈലികളിൽ ഇത് ആളുകളിലേക്ക് എത്തുന്നു എന്നുള്ളതാണ്. ഓരോ ആളുകൾക്കും അനുയോജ്യമായ ശൈലിയിൽ, അല്പം ബുദ്ധിപരമായി ചിന്തിക്കുന്നവരാണെങ്കിൽ ബുദ്ധിപരമായ രൂപത്തിൽ ഇത്തരം ചിന്താധാരകളെ അവരിലേക്ക് കൈമാറപ്പെടുന്നു. വൈകാരികമായി കാര്യങ്ങളെ നോക്കിക്കാണുന്നവരോട് വൈകാരികമായി അവതരിപ്പിക്കപ്പെടുന്നു. തത്വശാസ്ത്രപരമായ ആശയക്കുഴപ്പങ്ങൾ അതിലൂടെ അങ്ങനെയുള്ള ആളുകൾക്ക് അത്തരത്തിൽ ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്നു. അതുപോലെ സ്യൂഡോ സയൻസ് ഒക്കെ ഉപയോഗിച്ച് ശാസ്ത്രീയ യാഥാർത്ഥ്യങ്ങളെ വളച്ചൊടിച്ച് ശാസ്ത്രത്തിൻ്റെ വക്താക്കളായി കാണുന്ന, ശാസ്ത്രത്തെ വലിയ സംഭവമായി കാണുന്ന ആളുകൾക്ക് ഇത്തരത്തിലുള്ള ചിന്താധാരകൾ അവതരിപ്പിക്കപ്പെടുന്നു. അങ്ങനെ ഓരോ മേഖലയിലും ഓരോരുത്തർക്കും വേണ്ട ശൈലിയിൽ, ഓരോരുത്തരെയും കയ്യിലാക്കേണ്ട ശൈലിയിലും രൂപത്തിലും രീതിയിലും ഈ ചിന്താധാരകൾ കൈമാറ്റപ്പെടുന്നത് നമ്മൾ ഇന്ന് കാണുകയാണ്. അതുപോലെ സമൂഹത്തിലെ വിവിധ തട്ടുകളിലുള്ള ആളുകൾ, അത് ചെറിയ കുട്ടികൾ മുതൽ വലിയ പ്രായം ചെന്നവർ മുതൽ സ്ത്രീകളും പുരുഷന്മാരും വ്യത്യസ്ത ഭാഷകൾ സംസാരിക്കുന്ന സമൂഹത്തിലെ ഓരോ തലത്തിലുള്ള, ഓരോ തട്ടിലുള്ള ആളുകൾക്കും അവർക്ക് അനുയോജ്യമായ തരത്തിൽ, അവരുടെ ചിന്തകൾക്ക് അനുയോജ്യമായ രൂപത്തിൽ ഇത്തരത്തിലുള്ള വ്യതിയാന ആശയങ്ങൾ അവരിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുന്നു എന്നുള്ളത് ഒരു വേദനാജനകമായ ഒരു വസ്തുതയാണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഇന്ന് മിക്ക മുസ്ലിം സമൂഹങ്ങളിലും പ്രചരിച്ച ഒരു സങ്കടകരമായ ഒരു യാഥാർത്ഥ്യമാണ് കുടുംബത്തിലുള്ള അന്യവൽക്കരണം. കുടുംബത്തിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ബന്ധമില്ലാത്ത അവസ്ഥ ഉണ്ടാവുക. മുൻകാലങ്ങളിൽ നമുക്കറിയാം, മിക്ക കുടുംബങ്ങളിലും കുടുംബ ബന്ധങ്ങൾ ശക്തമായിരുന്നു. കുട്ടികളും ചെറുപ്പക്കാരും കുടുംബത്തിൻ്റെ വളയത്തിൻ്റെ ഉള്ളിൽ നിലനിൽക്കുന്നവരായിരുന്നു. കുടുംബത്തിലെ ഓരോ അംഗത്തിനും മറ്റു അംഗങ്ങളോടുള്ള അവരെക്കുറിച്ചുള്ള ചിന്തയും അവർക്ക് സംഭവിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചുള്ള ശ്രദ്ധയും ഒക്കെ ഉണ്ടായിരുന്നു. അവർ പരസ്പരം ചർച്ച ചെയ്തും പരസ്പരം കൂടിയാലോചിച്ചുമായിരുന്നു തീരുമാനങ്ങൾ എടുത്തിരുന്നതും ചിന്തിച്ചിരുന്നതുമെല്ലാം. എന്നാൽ ഇന്നിപ്പോൾ എന്താണ് കുടുംബത്തിൽ സംഭവിക്കുന്നത് നമുക്കെല്ലാവർക്കും അറിയാം. അത് കൂടുതൽ പറയേണ്ട കാര്യമില്ല. ഇന്നത്തെ കുടുംബം എന്ന് പറഞ്ഞാൽ ഒരു 4 മതിലുകൾക്കുള്ളിൽ ജീവിക്കുന്ന, അല്ലെങ്കിൽ 4 മതിലുകൾക്കുള്ളിലുള്ള വ്യത്യസ്തമായ സ്വതന്ത്ര ലോകങ്ങളായി ഇന്ന് കുടുംബങ്ങൾ മാറുകയാണ്. ഒരു 4 ചുമരിൻ്റെ ഉള്ളിൽ ഒരുപാട് ലോകങ്ങളാണ്. ഓരോരുത്തർക്കും സ്വതന്ത്രമായ അവരുടേതായ ലോകങ്ങൾ, പരസ്പരം ബന്ധമില്ല. ഓരോരുത്തരും അവരുടെ സ്മാർട്ട് ഫോണുകളിലും അവരുടെ കമ്പ്യൂട്ടറുകളിലും അവരുടെ വിർച്വൽ ലോകത്തും അവർ വിരാജിക്കുകയാണ്. ഒരു നിരീക്ഷകനില്ല, ആരും ഒന്ന് നോക്കാനോ പറയാനോ ഇല്ലാത്ത ഒരു സാഹചര്യത്തിൽ ഈ ഒരു ഒറ്റപ്പെട്ട് ഓരോരുത്തരും അവരുടേതായ ലോകത്ത് ഇങ്ങനെ കഴിച്ചുകൂട്ടുന്ന ഈ ഒരു കാലഘട്ടത്തിൽ വീട്ടിലെ മാതാപിതാക്കൾ പോലും അവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അവരുടെ വിഷയങ്ങളിൽ അശ്രദ്ധരാണ്. അവർ സ്വന്തം കാര്യങ്ങളിലും സ്വന്തം ലോകത്തിലും മാത്രമായി അങ്ങനെ
അവർ കഴിച്ചുകൂട്ടുകയാണ്. ഇതിലൂടെയൊക്കെ സംഭവിക്കുന്നത് സ്വാർത്ഥ തൽപരരായ കുൽസിത ശക്തികൾ, ഇസ്ലാമിൻ്റെ ശത്രുക്കൾ, മുസ്ലിം സമൂഹത്തെ, അവരുടെ ആദർശത്തെയും അവരുടെ മതത്തെയും അവരുടെ സാംസ്കാരിക മൂല്യങ്ങളെയും ധാർമ്മികതയെയും എല്ലാം കുളം തോണ്ടുവാൻ വേണ്ടി പ്രയത്നിക്കുന്ന ആളുകൾക്ക്, നമ്മുടെ യുവാക്കൾ, നമ്മുടെ യുവതികൾ, അവരെ പിടികൂടുവാൻ, അവരെ ഇരയാക്കുവാനുള്ള ഏറ്റവും നല്ല അവസരം ഇതിലൂടെ ലഭിക്കുകയാണ് എന്നുള്ളതാണ് ഒരു വസ്തുത. അതുപോലെ തന്നെ നമുക്കറിയാം, ഇന്ന് മിക്ക യുവാക്കളും അനുഭവിക്കുന്ന ഒരു വലിയ പ്രശ്നം, അവർ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾക്ക്, അവർക്ക് നേരിടേണ്ടി വരുന്ന ചോദ്യങ്ങൾക്ക്, അതിന് ആരുടെ അടുത്തേക്കാണ് ഉത്തരം തേടി പോകേണ്ടത്, എവിടെയാണ് പരിഹാരം അന്വേഷിക്കേണ്ടത് എന്നവർക്കറിയുകയില്ല എന്നുള്ളതാണ്. ഏതൊക്കെ സോഴ്സുകളാണ് അവലംബനീയമായത്, ഏതൊക്കെ സോഴ്സുകളാണ് വിശ്വസനീയമല്ലാത്തത് എന്നുള്ളത് വേർതിരിച്ച് വിച്ഛേദിച്ച് മനസ്സിലാക്കാനുള്ള ശേഷി ഇന്നത്തെ യുവതക്ക് നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു. ഇന്ന് സോഷ്യൽ മീഡിയ തുറന്നാൽ, ഇൻ്റർനെറ്റ് തുറന്നാൽ ആരും സംസാരിക്കുകയാണ്, തോന്നുന്നവരൊക്കെ സംസാരിക്കുകയാണ്. അതുപോലെ ആ സംസാരിക്കുന്നത് തോന്നുന്നവരൊക്കെ അവരുടേതായ ആശയ അടിത്തറകൾ സ്ഥാപിക്കുകയാണ്. ഇതെല്ലാം കാണാനും കേൾക്കാനും ഒരുപാട് ആളുകൾ ഉണ്ട് താനും, അതിനെ പ്രചരിപ്പിക്കുവാനും. ഈ ഒരു സാഹചര്യത്തിൽ നമുക്കറിയാം, മുൻകാലഘട്ടങ്ങളിൽ അങ്ങനെയല്ല. ഒരു വിശ്വാസികൾക്ക്, മുസ്ലിങ്ങൾക്ക്, ഒരു വിശ്വാസിക്ക് എന്തെങ്കിലും ഒരു വിഷയത്തിൽ ഒരു പ്രശ്നമുണ്ടെങ്കിൽ, ഒരു ചോദ്യമുണ്ടെങ്കിൽ, അത് ആരെടുത്താണ് ചോദിക്കേണ്ടത്, ആരോടൊക്കെ ചോദിക്കാൻ പാടില്ല എന്നതൊക്കെ കൃത്യമായി അറിയാമായിരുന്നു. വിശ്വസനീയമായ അത്തരത്തിലുള്ള സോഴ്സുകളിൽ മാത്രം, അങ്ങനെയുള്ള ആളുകളിൽ മാത്രം ഈ മതത്തിൻ്റെ കാര്യങ്ങൾ, അവരുടെ ജീവിതവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അവർ സ്വീകരിച്ചിരുന്ന ഒരു കാലഘട്ടമായിരുന്നു മുൻകാലങ്ങളിൽ. ഇപ്പോൾ അങ്ങനെയല്ല. ഇപ്പോൾ ആരുടെ അടുക്കലും പോയി എന്തും കേൾക്കുകയും എന്തും പറയുകയും ചെയ്യുന്ന വല്ലാത്ത ഒരു സാഹചര്യമാണ് ഇന്ന് ഉള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ഇന്നുള്ള മറ്റൊരു സങ്കടകരമായ ഒരു വസ്തുതയാണ്, മുസ്ലിം സമുദായത്തിനുള്ളിലുള്ള ഇത്തരം പ്രശ്നങ്ങൾ. ഇതിനെക്കുറിച്ച് വളരെ ലാഘവത്തോടെ, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് തീരെ പരിഗണനയില്ലാതെ, അതിനെ വിസ്മരിച്ചുകൊണ്ട് ഈ സംഭവ വികാസങ്ങളെ, ഈ പ്രശ്നങ്ങളെ മനസ്സിലാക്കാതെ മുന്നോട്ട് പോകുന്ന പല ആളുകളുമുണ്ട് എന്നുള്ളതാണ്. അതിൻ്റെ യാഥാർത്ഥ്യവും ഇതിൻ്റെ ഭയാനകതയും അവർ മനസ്സിലാക്കുകയോ തിരിച്ചറിയുകയോ ചെയ്യുന്നില്ല എന്നുള്ളത് വലിയൊരു പ്രശ്നമാണ്. അത് തിരിച്ചറിയാതിരിക്കുക എന്നത് തന്നെ അവർക്ക് ചുറ്റും ജീവിക്കുന്ന വിശ്വാസികളായ അവരുടെ ബന്ധുക്കളും അവരുടെ കുടുംബക്കാരും അവരുടെ അയൽപ്പക്കക്കാരുമൊക്കെ ആയിട്ടുള്ള ആളുകൾക്ക് അവർക്ക് ബാധിക്കുന്ന ഈ പ്രശ്നങ്ങളെക്കുറിച്ചോ അവരിലുണ്ടാകുന്ന ഇത്തരത്തിലുള്ള മാനസികമായ അവസ്ഥകളെക്കുറിച്ചോ ഇതിനെക്കുറിച്ചൊന്നും അവബോധമില്ലാതെ ഇതിനെയൊക്കെ നിരാകരിച്ചുകൊണ്ട് ജീവിക്കുന്ന ആളുകളും ഇന്ന് ഉണ്ട് എന്നുള്ളത് ഈ ഒരു അവസ്ഥയെ കൂടുതൽ മോശമാക്കാൻ, കൂടുതൽ പ്രയാസകരമായ അവസ്ഥയിലേക്ക് കൊണ്ടുപോകാൻ വലിയ കാരണമാണ് എന്നുള്ളതാണ്. അതുകൊണ്ട് ഈ അവസ്ഥ ഇങ്ങനെയൊക്കെ സമൂഹത്തിൽ, മുസ്ലിം സമുദായത്തിനിടയിൽ സംഭവിക്കുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുമ്പോഴാണ് അതിൽ നിന്നും കരകയറുവാൻ, അതിനുള്ള ചികിത്സ തേടുവാനുള്ള പരിശ്രമങ്ങൾ നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാവുക. അതുകൊണ്ട് ഈ സംഭവ യാഥാർത്ഥ്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുക, അതിനെക്കുറിച്ച് നമ്മൾ തിരിച്ചറിയുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. അതുപോലെ തന്നെ ഇപ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഞാൻ അനുഭവിക്കുന്നില്ലല്ലോ, എനിക്ക് ഇങ്ങനെയുള്ള വിശ്വാസ വ്യതിയാനങ്ങളൊന്നും ഉണ്ടാകുന്നില്ലല്ലോ എന്ന് കരുതിയിട്ട് ഈ വിഷയത്തെ അവഗണിക്കാൻ പറ്റുമോ? ഒരിക്കലും പറ്റുകയില്ല. ഓരോ വിശ്വാസിയും അടിസ്ഥാനപരമായി അവരുടെ മതത്തിൻ്റെ ഭാഗമായി മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണിത്. പ്രത്യേകിച്ചും ആധുനിക കാലഘട്ടത്തിൽ യുവതികൾക്ക് അവർക്ക് ദീനിൻ്റെ അടിസ്ഥാനങ്ങളും പാഠങ്ങളും ചൊല്ലിപ്പറഞ്ഞ് പഠിപ്പിച്ചു കൊടുക്കേണ്ട കാലഘട്ടമല്ല ഇത്. മറിച്ച് അവർക്ക് തെളിവുകളുടെ അടിസ്ഥാനത്തിൽ, അവർക്ക് കൺവിൻസിംഗ് ആയ രൂപത്തിൽ, അവർക്ക് ഉൾക്കൊള്ളാവുന്ന രൂപത്തിൽ, തെളിവുകളുടെ അടിസ്ഥാനത്തിൽ മതത്തിൻ്റെ അടിസ്ഥാന പാഠങ്ങൾ അത് തെളിയിച്ചു കൊടുക്കുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അതിന് നമ്മൾ അത് അങ്ങനെ മനസ്സിലാക്കണം. ഇന്നല്ലെങ്കിൽ നാളെ ഒരുപക്ഷെ അത്തരത്തിലുള്ള ഒരു സംശയത്തിൽ, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഏതെങ്കിലും ഒരു വിശ്വാസ വ്യതിയാനത്തിൽ, ഒരു ആശയക്കുഴപ്പത്തിൽ അകപ്പെട്ട ഒരു വ്യക്തിയോട് നമുക്ക് സംസാരിക്കേണ്ടി വന്നാൽ, അവരെ നേർവഴിയിലേക്ക് നടത്തപ്പെടേണ്ട സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ, നമുക്ക് ആ വ്യക്തിയോട് സംവദിക്കണമെങ്കിൽ നമ്മുടെ കയ്യിൽ ശരിയായ അറിവുണ്ടാകണം, ആഴത്തിലുള്ള അവബോധമുണ്ടാകണം. മാത്രവുമല്ല, നമ്മളും ഒരുപക്ഷെ ഏതെങ്കിലും ഒരു സമയത്ത് ഇത്തരത്തിലുള്ള വല്ല ആശയക്കുഴപ്പങ്ങൾക്ക് വിധേയരാകുകയാണെങ്കിൽ അതിനെ പ്രതിരോധിക്കുവാൻ നമ്മുടെ കയ്യിൽ ഉറച്ച വിജ്ഞാനവും അറിവും ഉണ്ടാവുക എന്നുള്ളത് വളരെ അത്യാവശ്യമാണ്. അതുകൊണ്ട് ഈ വിഷയത്തിൽ നമ്മൾ വളരെയധികം ഗൗരവം കാണിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഇത്രയൊക്കെ ഗുരുതരമായ പ്രശ്നങ്ങൾ ഇതിൽ ഉണ്ട് എന്ന് നമ്മൾ പറയുമ്പോൾ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഇത് വിശ്വാസപരവും ബൗദ്ധികവുമായ വ്യതിയാനം ഈ വിഷയത്തിൽ ഉണ്ട്, മുസ്ലിങ്ങൾക്കിടയിൽ ഉണ്ട് എന്ന് പറയുമ്പോൾ ഒരിക്കലും മുസ്ലിം സമൂഹം
പൊതുവെ ഇങ്ങനെയാണ്, അല്ലെങ്കിൽ വലിയൊരു വിഭാഗം ഇത്തരത്തിലായിട്ടുണ്ട് എന്നതിനർത്ഥമില്ല. വളരെ ചുരുക്കം ആളുകൾ മാത്രമാണ് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളിൽ അകപ്പെട്ടിട്ടുള്ളത്. മഹാഭൂരിഭാഗം വരുന്ന മുസ്ലിം സമുദായവും മുസ്ലിം സമൂഹവും ഈ ഒരു പ്രശ്നങ്ങളിലൊന്നും അകപ്പെടാതെ അവർ ആഫിയത്തിലാണ്, അവർ നല്ല നിലയിൽ തന്നെയാണ്. പക്ഷേ ആ കുറച്ച് ആളുകൾ എങ്കിലും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളിൽ അകപ്പെടുന്നുണ്ട്. അതുകൊണ്ട് അവരെ ശരിയായ മാർഗത്തിലേക്ക്, ശരിയായ റൂട്ടിലേക്ക് അവരെ വഴി നടത്തുക എന്നുള്ളത് നമ്മുടെ ബാധ്യതയാണ്. അത് നമുക്ക് ഈ മേഖലയിൽ പ്രവർത്തിക്കാൻ നമുക്കുള്ള പ്രേരകമാണ് എന്ന് മാത്രമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അല്ലാതെ മുസ്ലിം സമുദായത്തിൽ ഇങ്ങനെയൊക്കെ ആയിപ്പോയല്ലോ, ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങളുണ്ടല്ലോ എന്ന് കരുതി ആകെ നിരാശ പൂണ്ട് പ്രശ്നത്തിലേക്കും മാനസികമായി അങ്ങേയറ്റം ഡിപ്രഷനിലേക്കും പോകുന്ന സാഹചര്യമല്ല ഒരിക്കലും വിശ്വാസികളെ സംബന്ധിച്ചും അതുപോലെ പ്രബോധകരെ സംബന്ധിച്ചും മുസ്ലിം സമുദായത്തോട് ഗുണകാംക്ഷികളെ സംബന്ധിച്ചും ഉണ്ടാകേണ്ടത്. മറിച്ച് ഇങ്ങനെയുള്ള അവസ്ഥകൾ ഉണ്ട് എന്നത് അത് നമുക്ക് ഈ മേഖലയിൽ പ്രവർത്തിക്കാൻ, ഈ മേഖലയിൽ ശരിയിലേക്ക് വഴി കാണിക്കുവാൻ, അള്ളാഹുവിൻ്റെ ദീനിനു വേണ്ടി പ്രയത്നിക്കുവാനുള്ള പ്രേരകമായി തീരുക എന്നുള്ളതാണ് നമുക്ക് ഇവിടെ ഉണ്ടാകേണ്ടത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ പോലെ, യാ അയ്യുഹല്ലദീന ആമനൂ കൂനൂ അൻസാറല്ലാഹ്, സത്യവിശ്വാസികളെ നിങ്ങൾ അള്ളാഹുവിൻ്റെ സഹായികളായിരിക്കുക എന്ന ആ സഹായം നമുക്ക് അള്ളാഹുവിൻ്റെ ദീനിനു വേണ്ടി ചെയ്യുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അത് നമ്മുടെ ബാധ്യതയാണ്. ഇത്തരത്തിലുള്ള ഏതൊരു വ്യതിയാനങ്ങളും അത് ബാധിക്കുക യഥാർത്ഥത്തിൽ വിശ്വാസത്തിലും അറിവിലും ദുർബലരായ ആളുകളെയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്ത് റൂമിൻ്റെ 60-ാമത്തെ ആയത്തിലൂടെ പറഞ്ഞു, ഫസ്ബിർ ഇന്ന വഅദല്ലാഹി ഹഖ് വലാ യസ്തഖിഫന്നകല്ലദീന ലാ യുഖീനൂൻ. ആകയാൽ നീ ക്ഷമിക്കുക, തീർച്ചയായും അള്ളാഹുവിൻ്റെ വാഗ്ദാനം സത്യമാകുന്നു. ദൃഢവിശ്വാസമില്ലാത്ത ആളുകൾ നിനക്ക് ചാഞ്ചല്യം വരുത്താതിരിക്കുകയും ചെയ്യട്ടെ. അപ്പോൾ ദൃഢവിശ്വാസമില്ലാത്ത ആളുകൾ ആണ് വിശ്വാസത്തിൽ ചാഞ്ചല്യം വരുത്തുക, അവർക്കാണ് വിശ്വാസത്തിൽ വ്യതിയാനമുണ്ടാവുക. അല്ലാതെ യഥാർത്ഥത്തിൽ ശരിയായ ഉറച്ച വിശ്വാസവും ഉറച്ച അറിവുമുള്ള ആളുകൾ, അടിയുറച്ച ദൃഢതയുള്ള ആളുകൾ, അവരെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിൽ അലങ്കൃതമായി കാണിക്കപ്പെടുന്ന ഈ വഴികേടുകൾ അതെല്ലാം മരുഭൂമിയിലെ മരീചിക പോലെയാണെന്നും സത്യം സുവ്യക്തമാണെന്നും അവർക്കുറപ്പാണ്. ഈ ദീൻ അള്ളാഹുവിൻ്റെതാണെന്നും അത് വിജയിക്കുന്നതാണെന്നും ഉറപ്പുള്ളവരായിരിക്കും യഥാർത്ഥത്തിൽ ദൃഢതയുള്ള അറിവിലും ഈമാനിലും ദൃഢതയുള്ള ആളുകൾ. അവർ ഈ ഒരു കാര്യങ്ങളെയൊക്കെ, ഈ ഒരു വ്യതിയാനങ്ങളെയൊക്കെ അവർ നോക്കിക്കാണുക ഒരു പരീക്ഷണമായിക്കൊണ്ടാണ്. ഏറ്റവും നല്ലത് പ്രവർത്തിക്കുന്നത് ആരാണെന്ന് നോക്കുവാൻ വേണ്ടിയുള്ള അള്ളാഹുവിൻ്റെ പരീക്ഷണം. ദുഷിച്ചവരെ നല്ലവരിൽ നിന്നും മാറ്റി നിർത്തുവാൻ, അവരിൽ നിന്നും വേർതിരിച്ച് നിർത്തുവാൻ അള്ളാഹു സംവിധാനിച്ച പരീക്ഷണമായി അള്ളാഹു അതിലൂടെ വേർതിരിക്കുന്നു എന്നവർ മനസ്സിലാക്കുകയും യഥാർത്ഥത്തിൽ ഈ ഒരു വിശ്വാസി അവരുടെ ജീവിതത്തിൽ ഉണ്ടാക്കിയെടുക്കേണ്ട മതത്തിൻ്റെ അടിസ്ഥാന ആശയങ്ങൾ, അടിത്തറകളിൽ ഇത്തരത്തിലുള്ള വിശ്വാസ വ്യതിയാനങ്ങളിലേക്കും വ്യതിയാനപരമായ ചിന്താധാരകളിലേക്കൊന്നും കടന്നു പോകാതെ യഥാർത്ഥത്തിലുള്ള ഇസ്ലാമിൻ്റെ ആശയം, അടിത്തറ അത് ഉൾക്കൊണ്ടുകൊണ്ട് അവൻ്റെ ദീനിനെ അത് സംരക്ഷിക്കുക, അതിനുവേണ്ടി പ്രയത്നിക്കുക. അത് അള്ളാഹുവിൻ്റെ മാർഗത്തിലുള്ള ഒരു ജിഹാദാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ലോകത്തിന്ന് ഇത്തരത്തിലുള്ള പ്രത്യയശാസ്ത്രങ്ങളുടെ വഴിപിഴച്ച പ്രത്യയശാസ്ത്രങ്ങളുടെ വക്താക്കൾ രണ്ട് തരത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. ഒരു തരം എന്ന് പറഞ്ഞാൽ അത് ഇസ്ലാമിൽ നിന്ന് തന്നെ മുസ്ലിം യുവാക്കളെ, മുസ്ലിങ്ങളെ പുറത്തു കൊണ്ടുപോയി മതത്തിൽ നിന്നും അവരെ പുറത്താക്കി അവിശ്വാസികളാക്കി മാറ്റുന്ന തരത്തിലേക്ക് ആളുകളുടെ ചിന്തയെ, ആളുകളുടെ മനോഭാവത്തെ മാറ്റിയെടുക്കുന്ന തരത്തിലുള്ള പ്രവൃത്തികൾ. ഇതാണ് ഇന്ന് ഈ ലിബറലുകളും അതുപോലെ നിരീശ്വരവാദികളും മതനിരാസവാദികളും മിഷനറികളുമെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതേസമയം മറ്റൊരു വിഭാഗം, മറ്റൊരു വ്യതിയാന ചിന്ത, മറ്റൊരു തരത്തിലുള്ള വ്യതിയാന പ്രത്യയശാസ്ത്രങ്ങൾ എന്ന് പറഞ്ഞാൽ അത് യഥാർത്ഥത്തിൽ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു തന്ന യഥാർത്ഥ മതം, യഥാർത്ഥത്തിലുള്ള ദീനിൻ്റെ ആശയങ്ങൾ, അടിത്തറകൾ, അത് ജനങ്ങളുടെ മനസ്സിൽ നിന്ന് അവ മാറ്റി അതിന് പകരം വ്യതിയാന ആശയങ്ങൾ, ഇസ്ലാമികമല്ലാത്ത തെറ്റായ ആശയങ്ങളും തെറ്റായ വിശ്വാസങ്ങളും മുസ്ലിങ്ങളുടെ മനസ്സുകളിലേക്ക് കുടിയിരുത്തുന്ന യഥാർത്ഥ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച യഥാർത്ഥ ദീനിൻ്റെ ആശയങ്ങൾക്ക് പകരം വ്യതിചലിച്ച ആശയങ്ങളെ മുസ്ലിം മനസ്സുകളിലേക്ക് കൈമാറുന്ന തരത്തിലുള്ള ആളുകൾ, ഇങ്ങനെ ഈ ഒരു വിഭാഗം ആളുകൾ എന്ന് പറഞ്ഞാൽ മുസ്ലിം സമുദായത്തിനകത്തു നിന്ന് തന്നെ ഉള്ളവരായിട്ടാണ് നമുക്കത് കാണാൻ സാധിക്കുക. അത്തരത്തിലുള്ള രണ്ട് തരത്തിലുമുള്ള ആശയ വ്യതിയാനങ്ങളെ അഡ്രസ്സ് ചെയ്യുന്ന, അതിനെതിരെയുള്ള വിശ്വാസപരമായ ഒരു കോട്ട
വിശ്വാസപരമായ ആദർശപരമായ ഒരു മാനസികമായ ഒരു കോട്ട തീർക്കുക എന്നുള്ളതാണ് ഈ ഒരു പ്രോഗ്രാമിലൂടെ ഈ ഗ്രന്ഥത്തിലൂടെ ഷെയ്ഖ് സാലിഹ് സിന്ദി ഹഫിദഹുല്ല നിർവഹിക്കുന്നത്. അത്തരത്തിൽ തന്നെ അതിലുള്ള ആശയങ്ങൾ, അതിലുള്ള പാഠങ്ങൾ നമുക്ക് കേൾക്കുകയും മനസ്സിലാക്കുകയും പഠിക്കുകയും അത് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുകയും ചെയ്യാം. ഈ ഒരു സംരംഭത്തെ പരമാവധി നമ്മുടെ പരിചയത്തിലുള്ള നമ്മുടെ ബന്ധുക്കൾക്കും പരിചയക്കാർക്കും നമ്മൾ കൈമാറുക, എത്തിച്ചു കൊടുക്കുക. ഇത് നമ്മൾ കേൾക്കുക, പഠിക്കുക, മനസ്സിലാക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിൻ്റെ ദീനിൽ അടിയുറച്ച് നിലകൊള്ളുവാൻ ഈ ഒരു റമദാനിൽ അവൻ ഇഷ്ടപ്പെടുകയും തൃപ്തിപ്പെടുകയും ചെയ്യുന്ന കർമ്മങ്ങൾ കൊണ്ട് റമദാൻ സമ്പന്നമാക്കുവാൻ നമ്മളിൽ നിന്നും നമ്മുടെ കർമ്മങ്ങൾ തുലാസിൽ ഏറെ കനം തൂങ്ങുന്ന അമലുകളായി സ്വീകരിക്കാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വസല്ലല്ലാഹു വസല്ലം അലാ നബിയ്യിന മുഹമ്മദിൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.